നമസ്കാരം. നമുക്കിന്ന് ഉപനിഷത്തുക്കളെക്കുറിച്ച് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ 18 പുരാണങ്ങൾ ചെയ്തിരുന്നു. ആ 18 പുരാണങ്ങളും താല്പര്യമുള്ളവർ ഒന്ന് കാണുക. നമ്മളല്ലാതെ പുരാണങ്ങളൊന്നും എടുത്ത് പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഓരോ വലിയ പുരാണങ്ങളും 8 മിനിറ്റ് 10 മിനിറ്റിൽ അതെന്താണെന്ന് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോസായിരുന്നു അതെല്ലാം. അത് 18 ചെയ്ത് കഴിഞ്ഞ് അത് അപ്ലോഡും ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടേക്കുക. ഉപനിഷത്തുകൾ 108 ഉണ്ട്. നമുക്കൊന്ന് തുടങ്ങാം, കഴിയുന്നിടത്തോളം ചെയ്യാം. ഇതറിയാവുന്നവർ നിരവധി ആളുകളാണ്. എല്ലാം അരച്ച് കലക്കി കുടിച്ചവരായിരിക്കും ഒരുപാട് പേര്. അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണും. ഉദാഹരണമായിട്ട് ന്യൂ ജനറേഷൻ ഇതൊന്നും അറിയണമെന്നില്ല. അവർക്ക് താല്പര്യമുള്ളവർ കാണട്ടെ, അറിയാത്തവർ എന്താണെന്ന് അതൊന്ന് മനസ്സിലാക്കട്ടെ. അല്ലാതെ അധികമാരും ഇപ്പോൾ ഉപനിഷത്തുക്കളും പുരാണങ്ങളുമൊന്നും പഠിക്കാനും ഒന്നും താല്പര്യപ്പെടാറില്ല പൊതുവെ. അപ്പോൾ നമുക്കറിയാത്തവർക്ക് വേണ്ടി കുറച്ച് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താം. അപ്പോൾ നമ്മൾ ഉപനിഷത്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ ഭാരതീയ തത്വചിന്ത ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളാണ് ഈ ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. വേദങ്ങളുടെ അവസാനം, അറിവിൻ്റെ അവസാനം, പരമമായ വിദ്യ, പരാവിദ്യ, അപരാവിദ്യ എന്നിതെല്ലാം ചേർന്നതാണ് ഉപനിഷത്തുക്കൾ. ഏതൊരു വിദ്യയെയാണ് നമ്മൾ ഏറ്റവും അരികിലിരുന്ന് നിശേഷം ശീലിച്ചാലാണോ കർമ്മബന്ധങ്ങൾ അറ്റുപോകുന്നത്, അല്ലെങ്കിൽ അജ്ഞാനം നശിക്കുന്നത്, അതുമല്ലെങ്കിൽ നമുക്ക് പറയാം മോക്ഷഗതിയെ പ്രാപിക്കുന്നത്, ആ വിദ്യയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. പൊതുവെ നമുക്ക് 108 ഉപനിഷത്തുകൾ ഉണ്ട്. അതിൽ നമ്മുടെ ശങ്കരാചാര്യർ ഭാഷ്യം രചിക്കാൻ തിരഞ്ഞെടുത്തത് 10 ഉപനിഷത്തുക്കളെയാണ്. ആ 10 ഉപനിഷത്തുക്കളാണ് അദ്ദേഹം ഭാഷ്യം ചമച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഉപനിഷത്തുക്കളും എന്ന് പറഞ്ഞാൽ വേദങ്ങളുമായിട്ട് ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഋഗ്വേദം, സാമവേദം, ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം, അഥർവവേദം എന്നിവയാണല്ലോ നമ്മുടെ വേദങ്ങൾ. അപ്പോൾ എല്ലാ ഉപനിഷത്തുക്കളും എന്ന് പറയുന്നത് ഈ വേദത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ 10 മുഖ്യ ഉപനിഷത്തുക്കൾ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ചത്. അല്ലാതെ പൊതുവിൽ 108 ഉപനിഷത്തുക്കളാണ് എല്ലാവരും പഠിക്കുന്നതും പാരായണം ചെയ്യുന്നതും എല്ലാം. ആ 108 ഉപനിഷത്തുക്കളിൽ തന്നെ 21 പറയുകയാണെങ്കിൽ സാമാന്യ വേദാന്തമാണ് 21 പറയുന്നത്. 24 സന്യാസ ക്രമത്തെക്കുറിച്ചും, 9 ശാക്തേയം, 13 വൈഷ്ണവം, 14 ശൈവം, 17 യോഗമാർഗം. അങ്ങനെയാണ് ഈ 108 ഉപനിഷത്തുകളുടെയും ഉള്ളടക്കം. അപ്പം ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ച ഉപനിഷത്തുകൾ 10 ഏതാണെന്നാൽ കേനോപനിഷത്ത്, ഖഡോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തരീയോപനിഷത്ത്, ആയിതരേയോപനിഷത്ത്, ചാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്. ഈ 10 ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ചിട്ടുള്ള ഉപനിഷത്തുക്കൾ. ഈ ഓരോ ഉപനിഷത്തുക്കളും തന്നെ ഏത് വേദത്തിൽ നിന്നാണെന്നും പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈശോ വാശോപനിഷത്ത് എന്ന് പറയുന്നത് ശുക്ല യജുർവേദത്തിലെ, കേനോപനിഷത്ത് സാമവേദത്തിൽ നിന്നും, ഖഡോപനിഷത്ത് കൃഷ്ണ യജുർവേദത്തിൽ നിന്നും, ചാന്തോക്യോപനിഷത്ത് സാമവേദത്തിൽ നിന്നും അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയോ ഉള്ള പഠനമാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട്
പ്രതിപാദിക്കാം. ഏതൊക്കെ ഉപനിഷത്തുക്കളാണ് ഏതൊക്കെ വേദത്തിൽ നിന്ന് വന്നതെന്ന്. ഇതിപ്പോൾ നമ്മൾ സാമാന്യ ഒരു ജ്ഞാനം, ഉപനിഷത്തുക്കൾ ആരും അങ്ങനെ എടുത്ത് വായിക്കാനോ പഠിക്കാനോ ഒന്നും പോകാത്തത് കൊണ്ട് ഉപനിഷത്തുക്കൾ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു സാമാന്യ ജ്ഞാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അഗാധങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ശാശ്വതമായ ചില വസ്തുക്കളുണ്ടെന്നും അവ വ്യക്തികളുടെ മരണശേഷവും നിലനിൽക്കുന്നുവെന്നും ആണ് പല ചിന്തകരും വിശ്വസിച്ചു പോരുന്നത്. ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്ന ഈ വസ്തുതയുടെ ഭാഗത്തെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ മൊത്തമായുള്ള ശാശ്വതമായ ഈ വസ്തുതയെ ആണ് ബ്രഹ്മമെന്ന് വിളിക്കുന്നത്. ആത്യന്തികമായി ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്നും ആണ് ചിന്തകരൊക്കെ വിശ്വസിച്ചു പോരുന്നത്. ഭാരതീയ വേദാന്ത സന്ദേശങ്ങൾ അറിയാൻ നമ്മൾ ഉപനിഷത്തുക്കളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഉപനിഷത്തുക്കളാണ്. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ ശ്ലോകങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതും ചില വീഡിയോസ് ചെയ്തിരുന്നു. അതിൽ അദ്വൈതത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മോക്ഷത്തിനുള്ള ആഗ്രഹം ശരീരമല്ല ആത്മാവാണെന്നറിയണമെന്നും ഏകത്വ ജ്ഞാനം കൊണ്ടേ കൈവല്യം സിദ്ധിക്കുകയുള്ളൂ എന്നുമാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. ഉപനിഷത്തുകളിലെ അന്തസത്തെ വിളിച്ചറിയിക്കുന്ന മഹാവാക്യങ്ങൾ അത് ഉപനിഷത്ത് പഠിക്കാത്തവരുടെ ഇടയിൽ പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് തത്വമസി, പ്രജ്ഞാനാം ബ്രഹ്മ, അയമാത്മ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ഇതെല്ലാം ഏവർക്കും അറിയാവുന്ന ഉപനിഷത്ത് വാക്യങ്ങളാണ്. അപ്പോൾ ഈ തത്വമസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് തത്വമസി? അത് നീയാകുന്നു, ഈശ്വരൻ നീയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ആണ് തത്വമസി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അഹങ്കാരവും അറിവില്ലായ്മയും ഇല്ലാതായി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപദത്തെ കുറിക്കുന്നതാണ് തത്വമസി എന്ന പദം. ശ്വേതകേതു എന്ന ഒരു ആളിനോട്, അല്ലെങ്കിൽ അത് ആരുണി മഹർഷിയുടെ പുത്രനാണ് ശ്വേതകേതു. അപ്പം ആരുണി മഹർഷി മകനോട് ചോദിച്ചു. മകൻ ഇങ്ങനെ പല ശാസ്ത്രങ്ങളും പഠിക്കാൻ വിട്ടിട്ട് അദ്ദേഹം വരുമ്പോൾ മഹർഷി ചോദിക്കുകയാണ്, മകനെ നീ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹത്തിനൊരു അഹങ്കാരമുണ്ടായി. അദ്ദേഹം ആ അഹങ്കാരത്തോടെയുള്ള ഒരു മറുപടിയാണ് തൻ്റെ പിതാവിന് കൊടുക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ വേദങ്ങളും വേദാംഗങ്ങളും നിലവിലുള്ള എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും ഞാൻ പഠിച്ചു, ഞാനെല്ലാം പഠിച്ചു എന്നുള്ളൊരു അഹങ്കാരമാണ് അവിടെ കണ്ടത്. അതാണ് ആ മഹർഷിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ മഹർഷിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അവനവനെയും ലോകത്തെയും പരമാത്മാവിനെയും ഒക്കെ അറിയുക എന്ന യഥാർത്ഥ ജ്ഞാനം തൻ്റെ മകൻ നേടിയില്ല എന്ന ഒരു ദുഃഖം ഈ മഹർഷിക്ക് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പിതാവ് മകനെ യഥാർത്ഥ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു. ഈശ്വരൻ നീയാണ് എന്ന് മഹർഷി മകന് പറഞ്ഞു കൊടുക്കുന്നു. തത്വമസി, അതായത് ഈശ്വരൻ നീയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷി മകന്. ഈ വാക്യം ചാന്തോക്യ ഉപനിഷത്തിലേതാണ് ഈ വാക്യം. ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനും അവിടെ തത്വമസി എന്നെഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെ ലൗകികമായ വിചാരങ്ങളുടെ പ്രതീകങ്ങളായ 18 പടികളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ 18 പടി കടന്നാലേ തത്വമസിയുടെ ആ സമത്വ ലോകത്ത് ഓരോരുത്തർക്കും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 18 പടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ആത്മസംസ്കാരത്തിൻ്റെ പടികളാണ്.
ആദ്യത്തെ 5 പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് ആദ്യത്തെ 5 പടികൾ. ഈ ഇന്ദ്രിയ വിഷയങ്ങളാവുന്ന 5 പടികൾ കടന്നു ചെന്നാൽ മാത്രമേ അടുത്ത പടികളിലേക്ക് നമുക്ക് കയറാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന 5 പടികൾ കടന്നാൽ അടുത്ത 8 പടികൾ എന്ന് പറയുന്നത് അഷ്ടരാഗങ്ങളാണ്. കാമ, ക്രോധ, ലോഭ, മോഹ, മതം, മാത്സര്യം, ഈർഷ്യ, അസൂയ, ഇതാണല്ലോ അഷ്ടരാഗങ്ങൾ. അപ്പോൾ ആ അഷ്ടരാഗങ്ങളാകുന്ന 8 പടികൾ തരണം ചെയ്താൽ മാത്രമേ അടുത്ത പടികൾ വീണ്ടും കയറാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ അഷ്ടരാഗങ്ങളെയും മറികടക്കുമ്പോൾ മറ്റു 3 പടികൾ കൂടി അവിടെ കാണാൻ കഴിയും. അതാണ് സത്വ, രജ, തമോ ഗുണങ്ങൾ. അതെന്ന് പറയുന്ന ആ പടികൾ കയറി ചെന്നാൽ പിന്നത്തെ 2 പടികൾ എന്ന് പറയുന്നത് വിദ്യയും അവിദ്യയുമാണ്. അങ്ങനെ ഈ 18 പടിയും കടന്നു ചെന്നാൽ മാത്രമേ നമുക്ക് ആ അദ്വൈത ഭാവം പകരുന്ന തത്വമസിയുടെ വിശാല ഭൂവിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഇതാ പടി കയറിയത് കൊണ്ട് മാത്രം ആ ലക്ഷ്യത്തിലെത്തി എന്നല്ല. ഈ ഓരോ പടിയിലും പറഞ്ഞിരിക്കുന്ന ആ ഭാവങ്ങൾ, ആ ഇന്ദ്രിയ വിഷയങ്ങൾ, ആ അഷ്ടരാഗങ്ങൾ, ഇതൊക്കെ താണ്ടി ചെന്നാൽ മാത്രമേ നമുക്ക് ആ തത്വമസിയുടെ വിശാല ഭൂമികയിൽ ചെന്ന് എത്താൻ കഴിയുകയുള്ളൂ. അതാണ് ആ 18 പടികളുടെ ആ മഹത്തായ അർത്ഥം. അപ്പോൾ തത്വമസി എന്ന് പറയുന്നത് തത്ത് പ്ലസ് ത്വം പ്ലസ് അസി എന്നാണ്. തത്ത് എന്ന് പറഞ്ഞാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ നീ, അസി ആകുന്നു. തത്വമസി എന്ന് പറയുന്നത് എന്താണ്? അത് നീ ആകുന്നു. അല്ലാതെ ഈ തത്വമസി എന്ന് പറയുന്നത് ഒരു മന്ത്രമല്ല, അത് നീ ആകുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ നമുക്ക് തത്വമസിയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, അദ്വൈത വേദാന്തത്തിൻ്റെ തൂണുകളിൽ ഒന്നാണ് തത്വമസി. എങ്ങും പ്രത്യക്ഷപ്പെടാതെ എന്നാൽ എല്ലാത്തിലും നിറയുന്ന ആത്മാ അംശമെന്ന തത്വമാണ് തത്വമസി. ദൈവത്തിൻ്റെയും സാർവത്രിക ബോധത്തിൻ്റെയും സ്ഥൂല പ്രപഞ്ചങ്ങളായ ആശയങ്ങളെ ആത്മാവിൻ്റെ സൂക്ഷ്മ പ്രപഞ്ചമായ വ്യക്തിഗത ആവിഷ്കാരവുമായി സംയോജിപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും സാർവത്രിക ഊർജവുമായി അടുത്ത് ബന്ധമുള്ളതാണെന്നും അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല എന്ന തത്വവും ഉയർത്തി കാട്ടുകയാണ് ഈ തത്വമസി എന്ന പദത്തിലൂടെ. യാതൊരു തത്വചിന്തയെയാണോ പരമസത്യമായി വേദങ്ങൾ നിർണയിച്ചിരിക്കുന്നത് അതിനെ വെളിവാക്കി തരുന്നതാണ് ഉപനിഷത്തുക്കൾ. ദൃശ്യാത്മകമായി തോന്നുന്ന ഈ പ്രപഞ്ചം സത്യമല്ല. നിത്യവും പൂർണ്ണവുമായ ഏകരസവുമായി പ്രകാശിക്കുന്ന ബ്രഹ്മചൈതന്യം തന്നെ ആ അജ്ഞാനത്താൽ ജീവന് പ്രപഞ്ചമായി പ്രതിഭാസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആത്മജ്ഞാനം സിദ്ധിക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളും നശിച്ച് ജീവൻ മുക്തനാകുന്നു. ഇതാണ് എല്ലാ ഉപനിഷത്തുകളുടെയും സാരാംശം. അതായത് നമുക്ക് ആത്മജ്ഞാനം സിദ്ധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടാൻ സാധിക്കുന്നത്. ഇപ്പോൾ 108 ഉപനിഷത്തുക്കളാണ് ആചാര്യന്മാർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ശ്രുതിക്കും യുക്തിക്കും അനുഭവത്തിനും അദ്വൈത ദർശനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ സ്വാമികളുടെ ശിഷ്യർ ഈ സമ്പ്രദായത്തെ പോഷിപ്പിച്ചു. ആദ്യം നമ്മൾ തത്വമസി പറഞ്ഞു. ഇപ്പോൾ പ്രാഞ്ജാനാം ബ്രഹ്മജ്ഞാനം എന്നാണ് ഇതിനർത്ഥം. ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തിലാണ് ഈ മഹാവാക്യം കാണുന്നത്. പ്രാഞ്ജാനാം എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബ്രാഹ്മണം. ബ്രഹ്മം എന്താണ്? ബുദ്ധിയാണ്. ബ്രഹ്മം സൃഷ്ടിക്കുന്നതെല്ലാം അതിൻ്റെ ബുദ്ധിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിയും ബുദ്ധിയാൽ വ്യാപിച്ചിരിക്കുന്നു. ഈ ബുദ്ധി മറ്റൊന്നുമല്ല, ബ്രഹ്മം മാത്രമാണ്.
സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം ബുദ്ധിയുടെ ഉറവിടം ഏതാണ്? ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതിനാണ് പ്രാഞ്ജാനാം ബ്രഹ്മം എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തത്വമസി പറഞ്ഞു, പ്രാഞ്ജാനാം ബ്രഹ്മം എന്നുള്ളതും പറഞ്ഞു. അപ്പം ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക, നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക. ഗുരുവിൻ്റെ അടുത്തിരുന്ന് മഹത്തരമായ ആ തത്വങ്ങൾ പഠിക്കുന്നതിന് ഗുരുവിൻ്റെ അടുത്തിരുന്നാണ് അത് പഠിക്കുന്നത്, ഉപനിഷത്ത്. അപ്പോൾ അടുത്തിരുന്ന് അത് ശ്രവിക്കുകയാണ്, ഗുരുവിൻ്റെ സമീപത്തിരുന്ന് അത് ശ്രവിക്കുന്നത്. അതിൽ നിന്നാണ് ആ പദം തന്നെ വന്നത്. ഗുരുവിൻ്റെ സമീപം ഇരുന്ന് പഠിക്കേണ്ടതായ രഹസ്യവിദ്യ എന്നാണ് ഉപനിഷത്ത് പദത്തിൻ്റെ അർത്ഥം. ഗുരുശിഷ്യന്മാർ പരസ്പര ധാരണയോടെ ആദ്യം ശാന്തിപാഠം ഉരുവിട്ട് പഠിക്കുകയും അവസാനം ശാന്തിപാഠം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഉപനിഷത്തുകൾ അപൗരുഷേയങ്ങളാണ്. 4 വേദങ്ങളിലും കൂടി 1180 ഉപനിഷത്തുകളുണ്ടെന്നും അതിൽ 108 ഉപനിഷത്തുകളാണ് പ്രധാനമെന്നും അതിലേറെ പ്രാധാന്യം 10 ഉപനിഷത്തുകളാണെന്നും പറയുന്നു. ഭാരതീയ തത്വചിന്തയുടെ വിശ്വരൂപ ദർശനം കാണണമെങ്കിൽ നമ്മൾ ഉപനിഷത്തുകളിലേക്ക് തന്നെ നോക്കണം. ഉപനിഷത്തുകൾ അവിദ്യയെ നശിപ്പിച്ച് മുമുക്ഷുക്കളെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നു, ആ കോർ റിയാലിറ്റിയിലേക്ക് നമ്മെ നയിക്കുന്നു. ഇത് വേദത്തിൻ്റെ ജ്ഞാനകാണ്ഡത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മൗക്തിക ഉപനിഷത്ത് പ്രകാരം നമുക്ക് 108 ഉപനിഷത്തുക്കളാണ് പ്രധാനമായും ഉള്ളത്. അതിൽ 10 ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഒരു പദമാണ് അതിൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. ആത്മാവും ബ്രഹ്മവുമായുള്ള ഐക്യത്തെ സൂചിപ്പിക്കാനാണ് അഹം ബ്രഹ്മാസ്മി എന്ന പദം ഉപയോഗിക്കുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും സാർവത്രിക ഊർജവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ലെന്നുമുള്ള ആശയത്തെയാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന പദം എടുത്തു കാട്ടുന്നത്. അതുപോലെ വേറൊന്നാണ് അയം ആത്മ ബ്രഹ്മ. അഥർവവേദത്തിലെ മാണ്ഡൂക്യ ഉപനിഷത്തിലാണ് ഈ മഹാവാക്യം കാണുന്നത്. ബ്രഹ്മത്തിൻ്റെയും ആത്മാവിൻ്റെയും ഏകത്വത്വമാണ് അയം ആത്മബ്രഹ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ സർവം ഖലിതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഈ 108 ഉപനിഷത്തിൽ പ്രധാന 10 ഉപനിഷത്തുകൾ കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തരേയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, ചാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്താണെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് 108 ഉപനിഷത്തുകളിലെ അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈശോവാസ്യ ഉപനിഷത്താണ് ആദ്യമായിട്ടുള്ളത്. അത് നമുക്ക് ഈശോവാസ്യ ഉപനിഷത്തിനെ കുറിച്ചൊന്ന് നോക്കാം. ദശ ഉപനിഷത്തുകളിൽ ആദ്യത്തേതാണ് ഈശോവാസ്യ ഉപനിഷത്ത്. ശുക്ല യജുർവേദത്തിലെ ഉപനിഷത്തായ ഇതിൽ 18 മന്ത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 18 സംസ്കൃത മന്ത്രങ്ങളെ നമ്മൾ പദാനുപദമെന്നും പറയുന്നില്ല, അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നുമില്ല. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് തൊട്ട് തലോടി പോകാം. അപ്പോൾ ഈ 18 മന്ത്രങ്ങളാണ് ഈശോവാസ്യ ഉപനിഷത്ത് എന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ വേദത്തിൻ്റെ താല്പര്യ നിർണയമാണ് വേദാന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപനിഷത്ത്.
ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലെ ഏതൊരു മന്ത്രത്തെയും സൂക്ഷ്മ വിചാരം ചെയ്താൽ മൊത്തം ഉപനിഷത്തുക്കളുടെ പ്രതിപാദ്യവും സന്ദേശവും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇതിനെ വാചസ്പേയ സംഹിത ഉപനിഷത്ത് എന്നും വിളിക്കുന്നുണ്ട്. ഏതിനെ? ഈശാവാസ്യ ഉപനിഷത്തിനെ. അപ്പോൾ ഇതിലൊരു ശ്ലോകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈശാവാസ്യമിതം സർവ യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേൻ ഭുഞ്ജീതാമഘൃത കസ്യ സിദ്ധനം. ഈ ആദ്യ മന്ത്ര ജ്ഞാനനിഷ്ഠയെക്കുറിച്ചാണ് പറയുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിലെ ഈ ആദ്യ മന്ത്രം. ഇവിടെ ഈശ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ്, ഭഗവാൻ. വാസ്യം, മൂടിയിടുക, അധിവാസം എന്നുള്ളത്. തെക്തേന, ത്യാഗം. ഇതം സർവ ജഗത്ത്, ഈ സമസ്ത ജഗത്തും. ഭുഞ്ജീത, ഭുജിക്കുക, അനുഭവിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ലോകം അയഥാർത്ഥമാണ്, വസ്തുക്കൾ വിലയില്ലാത്തതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് മോഹിച്ചിട്ട് എന്ത് പ്രയോജനം? ചലനാത്മകമായ ഈ ജഗത്തിലുള്ളതെല്ലാം ഈശ്വരനിൽ വ്യാപ്തമായിരിക്കുന്നു. അത്യന്ത സൂക്ഷ്മമായ പരമാണു മുതൽ അത്യന്ത സ്ഥൂലമായ ബ്രഹ്മാണ്ടമടക്കമുള്ള എല്ലാ വസ്തുക്കളിലും ഈശ്വരൻ അധിവസിക്കുന്നു. അഹിംസാ സിദ്ധാന്തത്തിൻ്റെ വിത്തും വേരും ആസകലം ഇതിൽ ഈ മന്ത്രത്തിൽ കാണും. ആ ഒന്നാം മന്ത്രത്തിൽ ഇതാണ്. അതായത് മറ്റുള്ളവരുടെ സമ്പത്ത് മോഹിച്ചിട്ട് യാതൊരു ഫലവുമില്ല. ഈ ജഗത്തിലുള്ളതെല്ലാം എന്താണ്? ഈശ്വരനിൽ വ്യാപ്തമായിരിക്കുന്നു, അതിലടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ശ്ലോകങ്ങളെയും പൂർണ്ണമായി എടുത്ത് പദാനുപദം തർജ്ജമ ചെയ്യുന്നില്ല. അപ്പം ദിവ്യതയിലേക്കുള്ള രഹസ്യവാക്ക്, അതാണ് ഉപനിഷത്ത്. ആദ്യം നമുക്ക് ആ ശാന്തി മന്ത്രത്തിലേക്ക് ഒന്ന് കടക്കാം. ആ ശാന്തി മന്ത്രം ഏവർക്കും അറിയാവുന്നതാണ്. പുരാണമോ ഉപനിഷത്തുക്കളോ ഒന്നും പൂർണ്ണമായി അറിയില്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഏവർക്കും അറിയാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അതാണ് ശാന്തി പാഠം. അധപൂർണം ഇതപൂർണം, അത് പൂർണ്ണമാകുന്നു, ഇതും പൂർണ്ണമാകുന്നു. പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ, പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണമുണ്ടാകുന്നു. പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യതേ, പൂർണ്ണത്തിൻ്റേതായ പൂർണ്ണം എടുത്തിട്ടും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഈ ബ്രഹ്മം പൂർണ്ണമാണ്, ഈ പ്രപഞ്ചം പൂർണ്ണമാണ്. പൂർണ്ണ ബ്രഹ്മത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? പൂർണ്ണ പ്രപഞ്ചമുണ്ടാകുന്നു. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. പരബ്രഹ്മം സർവവ്യാപകവും സർവശക്തവുമാണ്. മഹത്വത്തിന് ഒരിക്കലും ഹാനി സംഭവിക്കില്ല. അത് എത്ര ഊർജം പകർന്നാലും വറ്റാതെ നിത്യേന സമഗ്രവും സർവവ്യാപകവുമായി പരിലസിച്ചു കൊണ്ടേയിരിക്കും. അതിന് യാതൊരു കുറവും വരുന്നില്ല. അതിന് പ്രത്യേക ഊർജം വേണ്ട, ആരും ഊർജം കൊടുക്കുന്നുമില്ല. അതിന് ആദ്യമേ തന്നെ ഊർജമുണ്ട്. ആരെങ്കിലും ഊർജം പകർന്നാൽ മാത്രമല്ലേ അത് തീർന്നു പോവുകയുള്ളൂ, വീണ്ടും ഇന്ധനം നിറയ്ക്കേണ്ടതുള്ളൂ. ഇതെല്ലാം കൊണ്ടും ആദ്യമേ തന്നെ മുഴുവനും നിറഞ്ഞ ഊർജവുമായി പരിലസിക്കുന്നു ആ ബ്രഹ്മം. ജീവിതത്തിലെ മൗലിക വൈരുദ്ധ്യങ്ങളുടെ താദാത്മ്യവും ക്രമപ്പെടുത്തലുമാണ് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ കാതലായ ആശയം. വാക്കുകളുടെ മിതത്വം, ആശയ ഗാംഭീര്യം, ഇതൊക്കെ നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിൽ എടുത്തു പറയേണ്ട
കാര്യങ്ങളാണ്. ഒരാളിൻ്റെ ജീവിത മതിയാകില്ല ഇതൊന്ന് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ചെറിയ അറിവാണെങ്കിലും അത് അറിയാത്തവർ മനസ്സിലാക്കുമ്പോൾ അവർക്കത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എല്ലാ ഉപനിഷത്തുകളും മറ്റെല്ലാ പവിത്ര രചനകളും ഒരു നാൾ ഭസ്മമായി തീർന്നാലും ഈ ഉപനിഷത്തിലെ ഈ ആദ്യ മന്ത്രം ഹിന്ദുക്കളുടെ സ്മരണയിൽ എന്നും അവശേഷിക്കുക തന്നെ ചെയ്യും. ഹിന്ദുമതം എക്കാലവും നിലനിൽക്കും എന്ന് നമുക്കതിൽ കൂടെ മനസ്സിലാക്കാം. മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹിന്ദുമതം എല്ലാ കാലവും നിലനിൽക്കുമെന്ന്. ഗാന്ധിജിയോട് ഒരാൾ അഭിപ്രായം ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്ദേശം 3 വാക്കുകളിൽ സംഗ്രഹിക്കാൻ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? തേന തെക്തേന ഭുഞ്ചീത എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ സ്വത്തിൽ നമ്മൾ അതിക്രമിച്ച് കയറരുതേ. ഭഗവാൻ നമ്മൾക്ക് എന്താണോ നൽകിയത് അത് നമ്മൾ ആസ്വദിക്കണം. നമ്മൾക്ക് നൽകിയത്, നമ്മൾക്ക് അനുവദിച്ചത് മാത്രം നമ്മൾ ആസ്വദിക്കണം. 2-ാം ശ്ലോകത്തിൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള മാർഗമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരീരം ലഭിച്ച മനുഷ്യർ സംസാര സാഗരത്തിൽ നീന്താതെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. സ്വയം ഉദ്ധരിച്ച് മുന്നേറണം. ലോകവ്യാപിയായിരിക്കുന്ന പരമേശ്വരനെ സദാ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനാണ് പറയുന്നത്. 5-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? 4-ാം ശ്ലോകത്തിലാണ് ലോകവ്യാപിയായിരിക്കുന്ന പരമേശ്വരനെ സദാ സ്മരിച്ചുകൊണ്ട് മുന്നേറാൻ പറയുന്നത്. 5-ാം ശ്ലോകത്തിൽ പരമേശ്വരൻ്റെ അചിന്ത്യ ശക്തിയെയും വ്യാപകതയെയും പറ്റി വർണ്ണിക്കുന്നു. അഖിലത്തിലും അന്തര്യാമിയാണ് ഭഗവാൻ. അജ്ഞാനികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അകത്തും പുറത്തും എല്ലാ സ്ഥലത്തും അദ്ദേഹം പരിപൂർണനായി വർത്തിക്കുന്നു. 6-7 മന്ത്രങ്ങളിൽ പരബ്രഹ്മ മഹേശ്വരനെ അറിയുന്ന മഹാപുരുഷന്മാരുടെ സ്ഥിതിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. എന്തിലും ഏതിലും പരബ്രഹ്മത്തെ ദർശിച്ചാൽ അവൻ ആരെയും വെറുക്കാൻ കഴിയുകയില്ല. മനുഷ്യൻ പരമാത്മാവിനെ തിരിച്ചറിയുമ്പോൾ ജീവികളിൽ അവൻ പരമാത്മാവെന്ന ഏകമാത്ര തത്വത്തെ ദർശിക്കാൻ മാത്രമേ അവൻ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ഓരോരുത്തരും എല്ലാ ജീവികളിലും പരമാത്മാവെന്ന ഏകമാത്ര തത്വത്തെ ദർശിക്കുമ്പോൾ അവന് സദാസമയവും പരമാത്മാവിനെക്കുറിച്ചുള്ള ചിന്തയിൽ അവൻ മുഴുകി ഇരിക്കും. 8-ാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരനെ അറിയുന്നത് കൊണ്ടുള്ള ഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 9, 10, 11 ശ്ലോകങ്ങളിൽ വിദ്യയുടെയും അവിദ്യയുടെയും തത്വങ്ങൾ വിവരിക്കുന്നു. ഭോഗങ്ങളിൽ ആസക്തനായവൻ അജ്ഞാന അന്ധകാരത്താൽ പല യോനികളിലും ജനിച്ച് പരമലക്ഷ്യം പ്രാപിക്കാതെ സന്താപങ്ങൾ അനുഭവിച്ച് കഴിയുന്നു. ഞങ്ങൾക്ക് യാതൊരു കർത്തവ്യവുമില്ല എന്ന ഭാവത്തിൽ അവർ കഴിയുന്നു. ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം സർവശ്രേഷ്ഠമായ ഫലം പ്രദാനം ചെയ്യുക എന്നതാണ്. 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യാതൊരുവൻ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഭോഗ സാമഗ്രികളിൽ ആസക്തനായിട്ട് അവയെ തന്നെ സുഖഹേതുക്കളായി കരുതി മുഴുവൻ സമയവും അതിനു വേണ്ടി പോയി അതിൻ്റെ പുറകെ പരക്കം പാഞ്ഞ് അതിനുവേണ്ടി സമയം വിനിയോഗിക്കുന്നു. ചിലർ സ്വയം ദേവതകൾ ആകുന്നു. മനുഷ്യദൈവങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? മറ്റുള്ളവരെ കൊണ്ട് അവർ മനുഷ്യദൈവങ്ങളാണെന്ന് പറയുകയും അവർ മറ്റുള്ളവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയും ചെയ്യുന്നു. ഒത്തിരി ആൾക്കാർ അതിൻ്റെ പുറകെയും പോകുന്നു. 13-ാം ശ്ലോകത്തിൽ പറയുന്നത് പരബ്രഹ്മ പുരുഷോത്തമ ഭഗവാനെ നിത്യൻ, അവിനാശി, ദിവ്യഗുണമയൻ എന്നിങ്ങനെയെല്ലാം സ്മരിച്ച് ഉപാസിച്ചാൽ അതിവേഗം പരമ പുരുഷോത്തമ പ്രാപ്തിയെ പ്രാപിക്കാൻ കഴിയുമെന്നാണ് 13-ാം ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ശോഭാശോപനിഷത്തിലെ 18 ശ്ലോകങ്ങളിൽ 14-ാമത്തേതിൽ പറയുന്നത് സംഭൂതിയുടെയും അസംഭൂതിയുടെയും തത്വങ്ങളെ ഒന്നായി ഗ്രഹിക്കുന്നത് കൊണ്ടുള്ള ഫലമാണ് സ്പഷ്ടമാക്കി
പറയുന്നത്. ഭോഗസുഖങ്ങളിൽ ആസക്തരാകാതെ അവിനാശിയായ പരാത്പര പ്രഭുവിൻ്റെ ഉപാസന കൊണ്ട് പ്രത്യക്ഷമായി പ്രാപിക്കാൻ ഉപാസകന് സാധിക്കുന്നു. 15-ാം ശ്ലോകത്തിൽ പറയുന്നത് പരമേശ്വരനെ, പരബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് അവരുടെ അന്ത്യകാലത്തിൽ പരമേശ്വര പ്രാപ്തിക്കായി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആണ് പറയുന്നത്. അല്ലയോ ഭഗവാനെ, അവിടുന്ന് അഖില ബ്രഹ്മാണ്ടത്തിൻ്റെയും സംരക്ഷകനാകുന്നു. സച്ചിദാനന്ദ സ്വരൂപ പ്രകാശമായ സൂര്യമണ്ഡലത്തിന് തുല്യം മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ജ്യോതിർമയമായ അവിടുത്തെ മുഖം ആവൃതമായിരിക്കുന്നു. അവിടുത്തെ മുഖം ഞാൻ ആഗ്രഹത്തോടുകൂടി ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സകല തടസ്സങ്ങളെയും എനിക്ക് മാറ്റി തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണ് 15-ാം ശ്ലോകം. 16-ാം ശ്ലോകത്തിൽ ധ്യാനമാർഗത്തിൽ കൂടി ഭഗവാന്റെ സ്വരൂപ ദർശനം നടത്തിയിട്ട് സാധകൻ ഭഗവാന്റെ സാക്ഷാൽ സന്നിധാനത്തിലെത്തുന്നതിന് വേണ്ടി വെമ്പൽ കൊള്ളുകയും ശരീരം ത്യജിക്കുന്ന സമയം സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ വിഘടനയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് 16-ാം ശ്ലോകത്തിൽ. അപ്പോൾ 17-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. അല്ലയോ യജ്ഞമയനായ മഹാവിഷ്ണു, പരമേശ്വര, സച്ചിദാനന്ദ, അവിടുന്ന് സ്വന്തം ജനമായ എന്നെയും എൻ്റെ കർമ്മങ്ങളെയും പറ്റി ചിന്തിക്കണമേ. അന്ത്യകാലത്തിൽ ഞാൻ അങ്ങയുടെ സ്മൃതിയോടുകൂടി ഇരിക്കുമെങ്കിൽ തീർച്ചയായും അതിവേഗം എനിക്ക് അങ്ങയുടെ സവിധത്തിൽ സന്നിധിയിലെത്തുവാൻ കഴിയും. ഇങ്ങനെ സാധകൻ തൻ്റെ ആരാധനാമൂർത്തിയോട് പ്രാർത്ഥിക്കുന്നതാണ് 17-ാം ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് 18-ാം ശ്ലോകത്തിൽ അഗ്നിദേവനോട് പ്രാർത്ഥിക്കുന്നു. അല്ലയോ അഗ്നി ഭഗവാനെ, ഞാനിപ്പോൾ എൻ്റെ പരമപ്രഭുവായ ഭഗവാന്റെ സന്നിധാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ കാലവും ഭഗവത് സന്നിധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ എൻ്റേതായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കൃപയോടെ അത് നശിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ പരം എങ്ങനെയാണ് നമുക്ക് ഒരു ഉപനിഷത്തിനെ ഇത്ര വളരെ ലഘുവായി വിവരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊന്ന് കേൾക്കുമ്പോൾ 108 ഉപനിഷത്ത് എന്താണെന്നും അതിൽ പ്രാധാന്യമുള്ള ഉപനിഷത്തുകൾ ഏതാണെന്നും അത് ഏതേത് വേദങ്ങളിൽ നിന്ന് വന്നതാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി നമുക്ക് മറ്റ് ഉപനിഷത്തുക്കളുമായി വരാമെന്ന പ്രതീക്ഷയിൽ ഇതിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.